ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളിൽ എൻ്റെ സാഷ്ടാംഗ പ്രണാമം. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 193 ഗുരുദേവൻ്റെ ജാതിയില്ലാ വിളംബരം. ഭാഗം 193 ഗുരുദേവൻ്റെ ജാതിയില്ലാ വിളംബരം ഇവിടെ ആരംഭിക്കുന്നു. ഗുരുദേവൻ ആലുവ അദ്വൈതാശ്രമത്തിൽ വിശ്രമിക്കുന്ന വേളയിൽ 1090 മിഥുനമാസം 3-ാം തീയതി ഒരു ഭരണാധികാര പത്രം എഴുതുകയുണ്ടായി. ഗുരുദേവൻ്റെ പേരിലുള്ളതും ഇനി വരാനിരിക്കുന്നതുമായ ധർമ്മസ്വത്തുക്കളുടെ ധർമ്മകർത്താവായും വൈദികനായും ചൈതന്യസ്വാമികളെ അധികാരപ്പെടുത്തുന്നതായിരുന്നു ആ പത്രം. ആ വിവരമറിഞ്ഞപ്പോൾ കുമാരനാശാൻ വളരെ ക്ഷുഭിതനായിത്തീർന്നിരുന്നു. ഒരു ദിവസം ചൈതന്യസ്വാമികൾ ആ മക്ത്യ ആശാനെ കാണിച്ചു. അപ്പോൾ ആശാൻ അത് വാങ്ങി വലിച്ചു കീറിക്കളഞ്ഞു. ആ രംഗത്തിന് സാക്ഷിയായിരുന്ന പ്ലാവിള കേശവൻ ഉടനെ ആ വിവരം ഗുരുദേവനെ അറിയിച്ചു. അപ്പോൾ ഗുരുദേവൻ പറഞ്ഞു, കുമാരൻ അങ്ങനെ ചെയ്തോ? കൊള്ളാമല്ലോ. അക്കാലത്ത് ചൈതന്യസ്വാമിയെ SNDP യോഗത്തിൻ്റെ ദേവസ്വം സെക്രട്ടറിയാക്കണമെന്ന് ഗുരുദേവന് ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ കൊല്ലത്ത് ചേർന്ന യോഗത്തിൻ്റെ 13ാമത് വാർഷിക യോഗം അത് പരിഗണിക്കുകയുണ്ടായില്ല. പകരം മംഗലശ്ശേരി ഗോവിന്ദനാശാനെ ദേവസ്വം സെക്രട്ടറിയാക്കുകയും ചെയ്തു. ആ സമയത്ത് ഗുരുദേവൻ കുറ്റാലത്ത് വിശ്രമിക്കുകയായിരുന്നു. ചൈതന്യസ്വാമി യോഗത്തിൽ അംഗമല്ലാത്തതിനാൽ അദ്ദേഹത്തെ ദേവസ്വം സെക്രട്ടറിയാക്കുവാൻ നിവൃത്തിയില്ലെന്ന യോഗ തീരുമാനം ഒരു ഭക്തൻ വഴി ഗുരുദേവൻ അറിഞ്ഞു. അപ്പോൾ അവിടുന്ന് ഇങ്ങനെ അരുളി ചെയ്തു. യോഗം രജിസ്റ്റർ ചെയ്തപ്പോൾ അതിലൊരൊപ്പിട്ടത് ചൈതന്യസ്വാമി ആയിരുന്നല്ലോ. ഇപ്പോൾ അംഗമല്ലെങ്കിൽ അംഗത്വം കൊടുക്കാമായിരുന്നല്ലോ. അന്യജാതിയെന്നും സ്വജാതിയെന്നുമുള്ള വ്യത്യാസം ഇപ്പോഴും തൻ്റെ അനുയായികൾക്കിടയിൽ പ്രബലമായി നിൽക്കുന്നുണ്ടെന്ന് ഗുരുദേവന് ബോധ്യപ്പെടാൻ അത് കാരണമായി. ഗുരുദേവൻ ആലുവ അദ്വൈതാശ്രമത്തിൽ മടങ്ങിയെത്തിയ ശേഷം ഡോക്ടർ പൽപ്പുവിന് 1916 മെയ് 22-ാം തീയതി ഇപ്രകാരം ഒരു കത്തെഴുതി കൊടുത്തുവിട്ടു. യോഗത്തിൻ്റെ നിശ്ചയങ്ങളെല്ലാം നാം അറിയാതെ പാസ്സാക്കുന്നതുകൊണ്ടും യോഗത്തിൻ്റെ ആനുകൂല്യങ്ങളൊന്നും നമ്മെ സംബന്ധിച്ച കാര്യത്തിൽ ഇല്ലാത്തതുകൊണ്ടും യോഗത്തിന് ജാത്യാഭിമാനം വർദ്ധിച്ചു വരുന്നതുകൊണ്ടും മുൻപേ തന്നെ മനസ്സിൽ നിന്ന് വിട്ടിരുന്നതുപോലെ ഇപ്പോൾ വാക്കിൽ നിന്നും പ്രവൃത്തിയിൽ നിന്നും യോഗത്തെ വിട്ടിരിക്കുന്നു. ആ കത്ത് കൊടുത്തുവിട്ടതിൻ്റെ 6-ാം ദിവസമായ 1916 മെയ് 28-ന് ഗുരുദേവൻ തൻ്റെ നിലപാട് കൂടുതൽ വ്യക്തമാക്കും വിധം ഒരു വിളംബരം തയ്യാറാക്കി. അത് പ്രബുദ്ധ കേരളം മാസികയിൽ പരസ്യപ്പെടുത്തുന്നതിനായി ചൈതന്യസ്വാമിയെ ഏൽപ്പിക്കുകയും ചെയ്തു. ചരിത്രപ്രസിദ്ധമായ ആ വിളംബരം ഇതായിരുന്നു: നാം ജാതിമത ഭേദം വിട്ടിട്ട് ഇപ്പോൾ ഏതാനും സംവത്സരങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടും ചില പ്രത്യേക വർഗക്കാർ നമ്മെ അവരുടെ വർഗത്തിൽപ്പെട്ടതായി വിചാരിച്ചും പ്രവർത്തിച്ചും വരുന്നതായും അതു ഹേതുവാൽ നമ്മുടെ വാസ്തവത്തിന് വിരുദ്ധമായ ധാരണയ്ക്കിട വന്നിട്ടുണ്ടെന്നും അറിയുന്നു. നാം പ്രത്യേക ജാതിയിലോ മതത്തിലോ ഉൾപ്പെടുന്നില്ല. വിശേഷിച്ചും നമ്മുടെ ശിഷ്യവർഗത്തിൽ നിന്നും മേൽപ്രകാരമുള്ളവരെ മാത്രമേ നമ്മുടെ പിൻഗാമിയായി വരത്തക്ക വിധം ആലുവ അദ്വൈതാശ്രമത്തിൽ ശിഷ്യസംഘത്തിൽ ചേർത്തിട്ടുള്ളൂ എന്നും മേൽ ചേർക്കുകയുള്ളൂ എന്നും വ്യവസ്ഥപ്പെടുത്തിയിരിക്കുന്നതുമാകുന്നു. ഈ വസ്തുത പൊതുജനങ്ങളുടെ അറിവിലേക്കായി പ്രസിദ്ധം ചെയ്തിരിക്കുന്നു. ഈ വിളംബരം പ്രബുദ്ധ കേരളം 1091 മിഥുനം ലക്കത്തിൽ പ്രസിദ്ധീകരിച്ചു വരികയുണ്ടായി. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്, ഒരു യോനി, ഒരാകാരം, ഒരു ഭേദവുമില്ലതിൽ. ഒരു ജാതിയിൽ നിന്നല്ലോ പിറന്നീടുന്നു
വരുന്നു സന്തതി. നരജാതി തോർക്കുമ്പോൾ ഒരു ജാതിയിലുള്ളതാം. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 193 ഗുരുദേവൻ്റെ ജാതിയില്ല വിളംബരം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇതിൽ വന്നിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ സദയം ക്ഷമിക്കണമെന്ന് ഗുരുദേവ നാമത്തിൽ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ.